നമസ്കാരം, സുമൻ സാറാണ്. പ്ലസ് വൺ എല്ലാവരും റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? മാത്സിന്റെ മോഡൽ എക്സാം നാളെയാണ്. അടിപൊളിയായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ പ്ലസ് ടുക്കാരെക്കാളും ഇച്ചിലൂടെ ഫോർവേഡ് ആണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പഠിക്കുന്ന പ്ലസ് ടു കുട്ടികൾ കഴിഞ്ഞ വർഷം നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നിങ്ങളും അതാവാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം പ്ലസ് ടുവിൽ എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ രീതികളൊക്കെ മാറും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ലെവൽ നല്ലതായിട്ടുണ്ട്. മീൻസ് ഇപ്പൊ നിങ്ങൾ പ്ലസ് വൺ നല്ല രീതിയിൽ കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതി കൂടെ തന്നെ പൊയ്ക്കോണം. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ അറിയാതെ പോലും നിങ്ങൾ മാറുന്ന ഒരു അവസ്ഥയാണ് പ്ലസ് ടുവിൽ എത്തുമ്പോൾ. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. രണ്ടാമത് ഇതിൻ്റെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള സംഭവം ഇപ്പൊ പഠിക്കുന്ന പ്ലസ് ടുക്കാർക്ക് ഭയങ്കരമായിട്ടൊരു നഷ്ടം തന്നെയാണ്. അവരിപ്പോ ഈ പ്ലസ് ടു പഠിച്ച് ഒരു 4-5 ദിവസമേ ഉള്ളൂ പല എക്സാമിന്. 4-5 ദിവസം പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം പഠിച്ചോണം പ്ലസ് വണ്ണിൽ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിച്ച് മാർക്ക് സ്കോർ ചെയ്തോണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം ഇമ്പ്രൂവ് ചെയ്ത് മാർക്ക് കിട്ടുക എന്നുള്ള പരിപാടി തീർന്നു. ഓക്കെ. പിന്നെ ഈ തോറ്റവർക്കൊക്കെ ഒന്ന് ജയിക്കാനുള്ള ഒരു അവസരത്തിൽ കൂടുതൽ ഒന്നുമില്ല. അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് പഠിക്കേണ്ടത് എങ്ങനെ. നിങ്ങളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിപ്പം ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതേതാണല്ലേ? നിങ്ങൾക്കൊക്കെ ഏകദേശം അറിയാം ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ അത് മാത്രമായിട്ട് പഠിക്കുക. ഓരോ ചാപ്റ്ററും ഒത്തിരി പഠിക്കാതെ എല്ലാ ചാപ്റ്ററും ഒരുവിധം പഠിക്കുക. മീൻസ് കുറച്ചെങ്കിലും എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഓരോ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഡിവൈൻ. അവരെ അങ്ങ് പഠിച്ചേക്കണം. അല്ലാതെ ആദ്യം തൊട്ട് ഇങ്ങനെ തുടക്കം സമയം നമുക്കില്ല. അപ്പൊ സമയം ഇല്ലാത്തതിനെ എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ള വെരിഫൈ ഉണ്ട്. ഇതും ആ സബ്സെറ്റും ആ ഇന്റർവെല്ലോട് പഠിച്ചിട്ട് ഒറ്റ ഓട്ടം ഓടണം അടുത്ത ചാപ്റ്ററിലോട്ട് കേട്ടോ. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വരുമ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അവിടെ നമുക്ക് ഓർഡേർഡ് പെയറൊക്കെ ആണല്ലോ മെയിൻ. അവിടെ നിങ്ങൾ എ ക്രോസ് ബി, അതുപോലെ റിലേഷന്റെ 3-4 ചോദ്യങ്ങൾ ഒന്ന് പഠിക്കുക. ഫംഗ്ഷന്റെ ഡൊമൈൻ, റേഞ്ചും ഗ്രാഫും അത്രയും പഠിച്ചിട്ട് ഓടിയേക്കണം. മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കുറച്ച് പഠിക്കും, ഒരു 3-4 ചാപ്റ്റർ ആകുമ്പോഴത്തേക്ക് സമയം തരും, നിർത്തും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ നോട്ട്ബുക്ക് നോക്കി ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അധികം എക്സ്ട്രാ ക്വസ്റ്റ്യൻ പഠിക്കാതെ, ഇപ്പൊ നമുക്ക് അധികം എക്സ്ട്രാ ക്വസ്റ്റ്യൻ പഠിക്കാൻ സമയം കാണില്ല. പഠിച്ച് തീർത്തവർക്ക് ഉറപ്പായിട്ടും എക്സ്ട്രാ ക്വസ്റ്റ്യനോട് പഠിച്ചിട്ട് പോവാം. അല്ലാത്തവരെല്ലാം ഈ രീതിയെ ചെയ്യാവുള്ളൂ. ഓക്കെ. ഇനി നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി ഫങ്ഷൻസ്. അതാവുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി പാടാണെങ്കിൽ അവനെ ഒന്ന് ഒഴിവാക്കി നിർത്തിയിട്ട്, അവനെ ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ലീനിയർ ഇൻഇക്വാലിറ്റീസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ഇങ്ങനെയുള്ള ചാപ്റ്റർ. ഇപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അങ്ങ് പഠിച്ചേക്കണം. അവനെ പഠിച്ചിട്ട് ഒരൊറ്റ ഓട്ടം ഓടും പറഞ്ഞാൽ അവനെ നമുക്ക് ആ ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചു എന്നുള്ള സമാധാനത്തിൽ പോകാം. അതുപോലെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആകുമ്പോൾ നമ്മൾ സാധാരണ സോൾവ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റൻസുകൾ 3-4 കാണുക. പിന്നെ വേർഡ് പ്രോബ്ലം നോക്കുന്നെങ്കിൽ അത്ര നോക്കണം. അതിന് 3 മാർക്കേ ഉള്ളൂ. വളരെ വെയിറ്റേജ് കുറവുള്ള ഒരു ചാപ്റ്ററാണ്. പിന്നെ സീക്വൻസസ് ആൻഡ് സീരീസ്, അത് ഇത്തിരി വലിയ ചാപ്റ്ററാണ്. അതാകുമ്പോൾ നമുക്കത് ഇച്ചിരി ദൂരെയുള്ള ചാപ്റ്റർ. നമുക്ക് ഇതിനിടയ്ക്ക് പെർമ്യൂട്ടേഷൻ ബൈനോമിയലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇച്ചിരി കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ് സീക്വൻസസ് ആൻഡ് സീരീസ്. അതിനകത്ത് കുറെ ക്വസ്റ്റൻസുകളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് വിച്ച് ടൈം, സമ്മ്, ഇതൊക്കെയുള്ള ബേസ് ചെയ്യുന്ന അങ്ങനത്തെ സാധാരണ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസുകൾ മാത്രം നോക്കുക. എക്സ്ട്രാ ടഫായിട്ടുള്ള ക്വസ്റ്റൻസുകളൊന്നും പഠിക്കരുത്. ഇപ്പോഴത്തെ സമയത്ത് ഞാൻ പറഞ്ഞത് പബ്ലിക് എക്സാമിനല്ല. പിന്നെ നമ്മുടെ ബൈനോമിയൽ തിയറം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാം. എക്സ്പാൻഡ് ചെയ്യാനങ്ങ് പഠിക്കുക. ഇപ്പൊ A+B ഹോൾ റേഷ്യോ ഉണ്ടല്ലോ. ഇപ്പൊ x² ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ x² + 2/x⁴, അല്ലെങ്കിൽ A+B⁴ -A-B⁴. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉറപ്പിക്കുന്നത് മാത്രം പഠിച്ചിട്ട് വെക്കണം. അതിനോട് സമയമേ ഉള്ളൂ. ഞാൻ ഓർമ്മിപ്പിക്കുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ പലതും മിസ് ചെയ്യും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ 2 പഠിച്ചിട്ട് അവിടുന്ന് വിട്ടേക്കണം, സ്റ്റാൻഡ് വിട്ടേക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ വേർഡ്സിന്റെ ക്വസ്റ്റൻ ഉണ്ടല്ലോ. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ വേർഡ്, മാത്തമാറ്റിക്സ്, ഇൻഡിപെൻഡൻസ്, പെർമ്യൂട്ടേഷൻസ്, മിസിസിപ്പി, അങ്ങനെ അല്ല കുറെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള വേർഡ്സുകളുടെ ക്വസ്റ്റൻ പഠിക്കുക. പിന്നെ കോമ്പിനേഷൻ ആകുമ്പോൾ ഈ എന്നിനെയൊക്കെ കണ്ടുപിടിക്കാനുണ്ടല്ലോ. ചെറുത്ത് ഇങ്ങനെ ഒന്നുണ്ട് അത് സമയം ഉണ്ടെങ്കിൽ അത് പഠിക്കുക. പിന്നെ കോമ്പിനേഷൻസിനുള്ളിൽ നിന്നും ബോർഡുകളുടെ ക്വസ്റ്റൻ, ആളുകളെ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ളത് 2-3 പഠിച്ചിട്ട് ആ ചാപ്റ്റർ വിടണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ കിട്ടും. എക്സാമിന് എത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എഴുതാനും പറ്റും.
പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ടത് നിങ്ങൾക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നല്ല പ്രയോജനമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. പക്ഷെ അത് എല്ലാവരും പഠിച്ച് തീർത്താന്ന് അറിയില്ല. ലിമിറ്റ്സ് വിട്ടിട്ട് നിങ്ങൾ അത് ഡെറിവേറ്റീവ്സ് അങ്ങ് പഠിക്കുക. പിന്നെ 6 മാർക്കിന്റെ സംഭവം കിട്ടും. ഓക്കെ, അതിനകത്ത് നമുക്ക് പ്രോഡക്റ്റ് റൂൾ, കോഷ്യൻ റൂൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അവനെയൊക്കെ പഠിച്ച് നിർത്തിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ തുടക്കത്തിലെ സമയം കളഞ്ഞ് നമ്മുടെ പ്രശ്നമാക്കണ്ട. അങ്ങനെ അങ്ങോട്ട് പഠിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതാകുമ്പോൾ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുക. സമയം ഉണ്ടെങ്കിൽ ബാക്കി പഠിക്കുക, അല്ലെങ്കിൽ അവനെ പഠിച്ചിട്ട് ഓടിയേക്കണം കേട്ടോ. അത്രേ പഠിക്കാവുള്ളൂ, അല്ല സമയം ഒത്തിരി കളയില്ല. പിന്നെ നമ്മൾ പ്രോബബിലിറ്റി വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് സെഷൻ മാത്രം പഠിക്കുക. ലാസ്റ്റ് സെഷൻ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അവനെ പഠിക്കുക. അപ്പൊ അവനെ പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ളത് ഓക്കെ ആവും. പിന്നെ ഇനി നമ്മുടെ +2 ക്ലാസ് ഉണ്ട് മക്കളെ, ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും നോട്ട്സുകളും ഇക്വേഷൻ ബുക്കിലെറ്റും ക്വസ്റ്റ്യൻ പാക്കേജും എല്ലാം കിട്ടിയുള്ള +2 ഫുൾ മാർക്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രിക്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ നമ്മുടെ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് 1 ഇയറിന് ഇത്രമേ ഉള്ളൂ. ഓക്കെ, മാത്സിന്റെ തന്നെ ഫുൾ, വേറെ ഒന്നുമേ അടയ്ക്കേണ്ട, ഇത്ര മാത്രം. ഓക്കെ, എല്ലാ വർഷങ്ങളിലും നമ്മൾക്ക് ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിച്ച് നല്ല മാർക്ക്, ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. ഒട്ടുമേ മാത്സ് ടഫായിട്ടുള്ള ഒത്തിരി കുട്ടികൾക്ക് നല്ല ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിക്കുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കണ്ട്, നമുക്ക് ഒത്തിരി ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഉണ്ട്, ഇങ്ങനെ നമുക്ക് എക്സാമിനൊക്കെ വരും. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ നിർത്തിയത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു, പിന്നെ പ്രോബബിലിറ്റി, സ്റ്റാറ്റിക്സ് ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ 3Dക്കുള്ളിൽ നിന്നും ഡിസ്റ്റൻസ് ഫോർമുല നന്നായിട്ട് ചെയ്യാൻ പഠിക്കണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അപ്പൊ അവിടെ റൈറ്റ് ട്രയാങ്കിൾ, കൊളീനിയർ, ഐസോസിലസ്, ഈക്വലാറ്റർ ട്രയാങ്കിൾ, പാരലോരത്തിന് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് ഒഴിവാക്കാം, മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടുന്ന് അങ്ങനെ. പിന്നെ ഒക്ടന്റ് ഉണ്ടല്ലോ, ഒരു പോയിന്റ് എന്നിട്ട് എത്രാമത്തെ ഒക്ടന്റില്, ഇനിയും ഒരു 3rd ഒക്ടന്റിലെ ഒരു പോയിന്റിനെ നിങ്ങളായിട്ട് എഴുതുക, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. 3rd ഒക്ടന്റ് അല്ലെങ്കിൽ 4th ഒക്ടന്റിലെ ഒരു പോയിന്റ് നിങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറയും, എഴുതാൻ പറയും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അവിടെ ഉണ്ടാവും. ഇങ്ങനെ പിന്നെ കോണിസെഷൻ ആകുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എലിപ്സ് അങ്ങ് പഠിക്കുക. എലിപ്സിനെ പഠിച്ചിട്ട് മറ്റുള്ളതൊക്കെ പഠിച്ചാൽ മതി. എലിപ്സ് ആൻഡ് പരാബോള പഠിച്ചിട്ട് മറ്റുള്ളതൊക്കെ പഠിക്കുക. സർക്കിളൊക്കെ ചോദിക്കുന്നെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് എലിപ്സിനും പരാബോളയ്ക്കാണ്. ഇത്രയൊക്കെ സമയം ഒക്കെ കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ബാക്കി നിങ്ങൾ പിന്നെ ഇച്ചിരിയുടെ ഒക്കെ കൂടുതൽ പഠിക്കാൻ തോന്നുന്ന പഠിക്കുക. ട്രിഗണോമെട്രി ഒക്കെ ആകുമ്പോൾ ലാസ്റ്റ് പഠിക്കുക, സ്ട്രെയിറ്റ് ലൈൻസ് ലാസ്റ്റ് പഠിക്കുക. ട്രിഗണോമെട്രി ആകുമ്പോൾ നമ്മൾ അവിടെ പഠിക്കേണ്ടത് sin x + sin y യുടെ ഫോർമുല ഉണ്ടല്ലോ, അല്ലെങ്കിൽ sin c + sin d, 2 sin c + d/2, അങ്ങനത്തെ ആ റിസൾട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം. പിന്നെ ചെറിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി 9 മാർക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. വെയിറ്റ് നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തുനിന്ന് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് ഇത്തിരി പഠിച്ച് തീർക്കാൻ ടഫാണ്. എന്നാലും നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ട്രിഗണോമെട്രിയുടെ നമ്മുടെ ക്ലാസ് കാണും. എല്ലാം നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്താണ്. ഓക്കെ, പിന്നെ സ്ട്രെയിറ്റ് ലൈൻസും ഇത്തിരി പ്രശ്നമാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലോപ്പ്, പോയിന്റ് സ്ലോപ്പ് ഫോം ഉണ്ടല്ലോ, y - y1 = m × x - x1, അവനെ പഠിച്ചേക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും മക്കളെ, ഉറപ്പാണ്. പിന്നെ ഇന്റർസെപ്റ്റ് ഫോം ഉണ്ടല്ലോ, x/a + y/b = 1, അതും. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് ലൈനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസും. ഇത്രയും പഠിച്ചു തീർത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 1-2 ക്വസ്റ്റ്യൻസുകൾ അവിടെ നിന്ന് ഇപ്പോഴത്തെ സമയത്തിന് കിട്ടുകയും ചെയ്യും. അങ്ങനെ പഠിച്ച് ഇപ്പൊ കിട്ടിയാലുള്ള പ്രയോജനം, പബ്ലിക് എക്സാം ആകുമ്പോൾ ബാക്കിയും കൂടെ പഠിച്ചാൽ മതി. അതാണ് എൻ്റെ പ്രയോജനം. അതിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊരു കുറേ ചാപ്റ്റേഴ്സ് പഠിക്കും, ബാക്കി പകുതി ചാപ്റ്റേഴ്സ് മിസ്സായിരിക്കും, പിന്നെ അങ്ങോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് പക്ഷേ പ്രയോജനം കുറവായിരിക്കും. അതുകൊണ്ട് ഈ രീതി കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നാണ്. ക്ലാസ്സുകളൊക്കെ വരും, എല്ലാവരും കണ്ടോണം, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് എല്ലാവരും അങ്ങോട്ട് എഴുതട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ചോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.